എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പലരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്, ഗവൺമെൻറ് ജോലിയാണോ നല്ലത് അതോ പ്രൈവറ്റ് ജോലിയാണോ എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് 3.25 കോടി ജനങ്ങളുണ്ട്. 64 ലക്ഷം പേർക്ക് സ്ഥിര വരുമാനം ഉള്ള ജോലി ഇല്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് 18 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വലിയൊരു ശതമാനം സ്ഥിര വരുമാനം ഇല്ലാത്തവരാണ്, സ്വയം തൊഴിൽ നേടുന്നവരാണ്, നോക്കുന്നവരാണ്. ഇന്ത്യയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമുക്കറിയാം, വളരെ കുറച്ച് പേരാണ് കേന്ദ്ര അതുപോലെ സംസ്ഥാന സർവീസുകളിൽ ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം പലതരത്തിലുള്ള ജോലികൾ നോക്കുന്നവരാണ്. സോ ഇതിലേതാണ് നല്ലത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് ഈ സ്ഥിര വരുമാനമുള്ളൊരു ജോലി. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന വലിയ ജോലികളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മനസമാധാനത്തിന് വേണ്ടി കൃഷിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. വളരെ ക്യൂരിയോസിറ്റിയോടെയൊക്കെ നമ്മൾ നോക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്നുള്ളത് ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർക്കണം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എന്നു മുതലാണ് ഈ ഗവൺമെൻറ് ജോലി ഒരു വലിയ സ്റ്റാറ്റസിൻ്റെ ഭാഗമായി തുടങ്ങിയത് കേരളത്തിൽ? നമുക്കറിയാം, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് പട്ടാളത്തിലൊക്കെ പോകാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, ഓടിച്ചിട്ട് പിടിച്ച് പട്ടാളത്തിൽ കൊണ്ടുപോയി ചേർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്കൂ. പട്ടാളത്തിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ജോലി കിട്ടാൻ നല്ല പ്രയാസവുമാണ്. ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു കേന്ദ്ര സർവീസാണ് എന്ന് നമുക്കറിയാം. സാഹചര്യം മാറി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതാണ്. കാലഘട്ടവും ഇവിടെ ഒരു ജോലികളുടെ ഇമ്പോർട്ടൻസിന് വലിയ ഭാഗമാകുന്നുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോലി 2000-ന് ശേഷമാണ് PSC പരീക്ഷകൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത് കേരളത്തിൽ? നമുക്കറിയാം, PSC സെൻറ്ററുകൾ ഒരുപാട് വന്നു, ഒരുപാട് ഓഫ്ലൈൻ സെൻറ്ററുകൾ വന്നു. എല്ലാവരും PSC കോച്ചിങ്ങിന് പോയി തുടങ്ങി. അതുപോലെ തന്നെ ജോലി കിട്ടുന്നത് നമുക്കറിയാം വളരെ വലിയ കോമ്പറ്റീഷനുള്ളൊരു മേഖലയായി മാറി. IAS കിട്ടുന്നതിനേക്കാൾ പാടാണ് ഒരു LD ക്ലർക്ക് കിട്ടുക എന്നുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. എല്ലാവരും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പണ്ട് സ്ത്രീകൾ മാറി നിന്ന മേഖലയിൽ ഇപ്പോൾ സ്ത്രീകൾ അത് കൈയടക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഓരോ സർക്കാർ സർവീസിലും അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ചെല്ലുമ്പോൾ മജോറിറ്റി ഇരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാവർക്കും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങി. ഇനി എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നത്? നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ലോകം അവസാനിക്കത്തില്ലല്ലോ എന്ന്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 5-10 വർഷം മാത്രമല്ല. നമുക്കൊരു 10-35 വർഷം സർവീസ് ചെയ്യണം. അതിനുശേഷം ഇപ്പം റിട്ടയർഡ് ആയി കഴിഞ്ഞും നമ്മൾ ജീവിച്ചിരിക്കും. ഒരു 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിട്ടയർഡ് ലൈഫ്, പിന്നീടുള്ളൊരു ലൈഫ്, ഒരു 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമുള്ള നമ്മുടെ ജീവിതം സുഗമപൂർണ്ണമാക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി വേണം, അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ കൈപ്പറ്റണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഞാൻ 3 കാര്യങ്ങളെക്കുറിച്ച് പറയാം. സർക്കാർ ജോലിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, 3 കാര്യങ്ങൾ സമൂഹത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടും, ഒരു കാര്യം കുറയും. എന്താണ് കൂടുന്ന 3 കാര്യങ്ങൾ? ഒന്നാമത്തത് സെക്യൂരിറ്റി. നമുക്കറിയാം, സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നവരാണ്. അതൊരു നമ്മുടെ ജീവിതത്തെ സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് സെക്യൂരിറ്റി, ഗവൺമെൻറ് ജോലി നൽകുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തമാശക്കെങ്കിലും പറയാറുണ്ട്, എൻ്റെ മോളെ ഞാനൊരു സർക്കാർ ജോലിക്കാരന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ എന്തെങ്കിലും ഇൻ കേസ് സംഭവിച്ചാലും എൻ്റെ മകൾ പട്ടിണി കിടക്കേണ്ടി വരില്ല, അവൾക്ക് ആ ജോലി കിട്ടും എന്ന് പറയാറുണ്ട്. കാരണം കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മയ്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു പോയൊരു കാര്യമാണ്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ മക്കളോ ഭാര്യയോ ഒക്കെ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ബാക്കി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരരുത് എന്നൊരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മരിച്ചു പോയാൽ ജോലി കിട്ടും, ആ ജോലി കിട്ടും. അത് മാത്രമല്ല, പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പട്ടാളക്കാരൊക്കെ മരിച്ചു പോയാൽ അല്ലെങ്കിൽ അവരുടെ പെൻഷൻ ഭാര്യമാർക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്.
അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു അധ്യാപകനുണ്ട്. അദ്ദേഹം സർവീസിൽ ശമ്പളം മേടിച്ചതിനേക്കാൾ കൂടുതൽ കാലം പെൻഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം 90 വയസ്സ് കഴിഞ്ഞാണ് മരിച്ചത്. പിന്നാണല്ലോ ഈ കോൺട്രിബ്യൂട്ടറി ഒക്കെ ആക്കിയത്. അതായത് ശമ്പളത്തേക്കാൾ കൂടുതൽ കാലം പെൻഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ്. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഗൾഫിൽ പോയി 2 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഗൾഫിൽ പോകുന്ന ഒരാളുടെ സാമ്പത്തിക ഗ്രാഫ് പെട്ടെന്നാണ് ഉയർന്നു പോകുന്നു, വീട് വെക്കുന്നു, ബംഗ്ലാവ് വെക്കുന്നു, കല്യാണം കഴിക്കുന്നു, കാറ് മേടിക്കുന്നു, മതിൽ കെട്ടുന്നു, പട്ടി കൊണ്ട് സൂക്ഷിക്കാൻ എഴുതി വെക്കുന്നു. പെട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പെട്ടെന്നാണ് വളരുന്നത്. എന്നാൽ കുറേ പണമൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്നൊരു 10 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള 10 വർഷത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഗ്രാഫ് താഴോട്ട് പോകും. അവസാനം വീണ്ടും ഇദ്ദേഹം പഴയ നിലയിലെത്തും. കാരണം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പണം തീരാൻ അധിക സമയം വേണ്ട. ഇന്നത്തെ കാലത്തെ ചിലവ് ആലോചിച്ചാൽ മതി. അവിടെയാണ് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയുടെ ഇമ്പോർട്ടൻസ്. ആദ്യമൊക്കെ എന്ന് പറയുന്നത് കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ വണ്ടിക്കൂലിക്ക് മാത്രമേ തികയൂ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു സർക്കാർ ജോലി കിട്ടിപ്പോയി, പക്ഷേ പണ്ട് ട്യൂട്ടോറി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടുന്നതിൻ്റെ പകുതി പോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. യാത്ര ചെയ്ത് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ജോലി വിടട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും വിടാൻ പാടില്ല, കുറച്ച് കഴിയട്ടെ. ഈ കിടന്നോടുന്ന പ്രൈവറ്റ് മേഖലയിൽ കിടന്നോടുന്ന ആൾക്കാരെല്ലാം ഒരു സമയമാകുമ്പോൾ കുറച്ച് കഴിയുമ്പം ഒതുങ്ങും. അവരുടെ ഒരു ആരോഗ്യവും സമയമൊക്കെ നല്ല സമയമൊക്കെ നഷ്ടപ്പെട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഗ്രാഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആദ്യം പോകുന്നത് നടന്നായിരിക്കും, പിന്നായിരിക്കും ഒരു സ്കൂട്ടർ മേടിക്കുന്നത്, കുറേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം വീട് വെക്കുന്നത്, കുറച്ച് കഴിഞ്ഞായിരിക്കാം കാറ് മേടിക്കുന്നത്, പക്ഷേ വാങ്ങിച്ചിരിക്കും. അവസാനം അദ്ദേഹം ആ പ്രദേശത്ത് റിട്ടയർഡ് ആവുന്ന സമയത്ത് ആ പ്രദേശത്തെ ഏറ്റവും നല്ല എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സ്ട്രോങ് ഉള്ള ഒരു കുടുംബത്തിലായിരിക്കും അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതായത് ഗ്രാഫ് മോളോട്ടേ പോകൂ, പതുക്കെയാണ് പോകുന്നതെങ്കിലും മുകളിലേക്കേ പോകൂ. ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. വലിയ വലിയ ബിസിനസ്സുകാർ പോലും പെട്ടെന്ന് ഉയർന്നു പോകുന്നു, താഴോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പതുക്കെയാണ് പോകുന്നതെങ്കിലും മുകളിലേക്ക് പോകും. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ്. സമൂഹത്തിലും ജോലിയിലുമുള്ള വില കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഒരു LD ക്ലർക്കായിട്ട് ആണ് കയറുന്നത്, ആ വിലയായിരിക്കും നിങ്ങൾക്ക് ആ സ്ഥലത്തും അതേപോലെ തന്നെ പുറത്തും കിട്ടുന്നത്. എന്നാൽ അവിടെ ഇരിക്കുമോ? ഇല്ല. ഓരോ വർഷവും കഴിയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടായിരിക്കും റിട്ടയർഡ് ആവുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. LD ക്ലർക്കായിട്ട് കയറി അവസാനം ഒരു പഞ്ചായത്ത് ഭരിച്ച് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരു SI ആയിട്ട് കയറിയിട്ട്, ഒരു എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കയറിയിട്ട് വേണമെങ്കിൽ എക്സൈസ് കമ്മീഷണറായിട്ട് റിട്ടയർഡ് ആവാൻ പറ്റും, തലവരെ ശരിയാണെങ്കിൽ. അത്രയും പ്രൊമോഷൻ സാധ്യതകളുള്ള പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ സമൂഹത്തിലും വില കിട്ടും. ഒരു LD ക്ലർക്കിനെ ബഹുമാനിക്കുന്ന പോലെ അല്ലല്ലോ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ ബഹുമാനിക്കുന്നത്. അതായത് നമ്മുടെ ആ വില, ജോലിയുടെ പവർ നമുക്ക് എവിടെ ചെന്നാലും കിട്ടും. അത് കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയും തോറും. കാരണം ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നശിച്ചു കഴിയുമ്പം ഓരോ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാമ്പത്തിക ഭദ്രതയും മറ്റുള്ളവരെ നമുക്ക് തരുന്ന ഒരു വിലയുമാണ്. അത് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് കിട്ടണം, അല്ലെങ്കിൽ നല്ല പാടാണ്. ഇത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇനി നാലാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം കുറയും എന്ന് പറഞ്ഞത് ജോലിഭാരം കുറയും. അത് പലർക്കും പല രീതിയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ശമ്പളം കൂടുന്തോറും അവസാനമൊക്കെ ആകുമ്പോൾ ഒരുപാട് ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കും. ഈ കോവിഡ് സമയത്ത് പല കോളേജ് അധ്യാപകർ, ഞാൻ കണ്ടൊരു അധ്യാപകനുണ്ട്, അദ്ദേഹം 1.5 ലക്ഷം രൂപ മാസം വീട്ടിലിരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 1.5 വർഷം അദ്ദേഹം ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ ക്ലാസ് കൊടുക്കും. പുള്ളിക്ക് അതിന് അത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ മേഖലയിലോട്ടും അധികം പോയില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾ കോവിഡ് സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ശമ്പളം കിട്ടുന്നത് മുടങ്ങി, ജോലിയില്ലാതായി, പക്ഷേ ആ സമയത്തും വീട്ടിലിരുന്ന് ശമ്പളം മേടിച്ചവരുണ്ട്. അതേപോലെ അധ്യാപകർ 2 മാസം വെക്കേഷൻ സമയത്തും വീട്ടിലിരുന്ന് ശമ്പളം മേടിക്കുന്നുണ്ട്. 10 ദിവസം സ്കൂൾ അവധി സമയത്ത് ശമ്പളം കിട്ടുന്നുണ്ട്. പ്രൈവറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് അത് കിട്ടുമോ? ഇല്ല. ഇത്രയൊക്കെയാണ് ഗവൺമെൻറ് ജോലികളുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എല്ലാവരും പറയും, ഇയാൾ ഗവൺമെൻറ് ജോലിയെ പൊക്കി പറയുന്നു, പ്രൈവറ്റ് ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഈ പറയുന്ന ഞാനും ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ആളാണ്. കഴിഞ്ഞ 20 വർഷമായിട്ടൊരു അധ്യാപകൻ, സ്വന്തം തൊണ്ടയുടെ ബലത്തിൽ, കുറച്ച് അറിവിൻ്റെ ബലത്തിൽ ഞാനും അധ്യാപകനായിട്ട് ജീവിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ ഗവൺമെൻറ് ജോലി കിട്ടാത്തതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കോളേജ് അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം, നടന്നില്ല, ഇനിയും നടക്കാം. അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഞാൻ എൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത്. ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ
സ്ഥിരമല്ലാത്ത ജോലികളെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതാണ് രസം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 3000 രൂപ മുതൽ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന, ഒറ്റയ്ക്ക് സമ്പാദിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ രാജ്യത്തുണ്ട്. വലിയ ബിസിനസ്സായിട്ടുള്ള ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ചോദിക്കും എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റൂ? ഇല്ല. ഇപ്പോൾ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പൊസിഷനിലൊക്കെ എത്താൻ പറ്റൂ. എല്ലാവരും ശ്രമിക്കും, പക്ഷേ എല്ലാവർക്കും എല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും പ്രധാനമന്ത്രിയാവാൻ പറ്റൂ? ഇല്ല. എല്ലാവരും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും പ്രധാനമന്ത്രിയാവാൻ പറ്റൂ? ഇല്ല. 5 വർഷത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. അത് ഭാഗ്യവും വേണം, അത്രമാത്രം നമ്മൾ മുൻനിരയിൽ ഇടിച്ച് കയറി എത്തുകയും വേണം. എല്ലാവർക്കും പറ്റുന്ന പണിയൊന്നുമല്ല. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഈ മേഖലയിലാണ്. ഈ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരാകുന്നതും ഈ മേഖലയിലുള്ളവരാണ്. ചൂഷണം എന്ന് പറയുമ്പം അത് ഈ സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ CBSE സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുമല്ല. നമ്മുടെ നാട്ടിലെ CBSE സ്കൂളുകളിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു അധ്യാപികയ്ക്ക് കൊടുക്കുന്നത് 12,000 രൂപയാണ്. B.Edും സെറ്റും നെറ്റും ഒക്കെ ഉള്ളവർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 12,000 രൂപയാണ് കൊടുക്കുന്നത്. തിങ്കൾ മുതൽ ശനി വരെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ബസ് ഡ്യൂട്ടി വരെ ചെയ്യിപ്പിക്കും. അതേപോലെ നഴ്സുമാർ സമരം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊന്നും ഇരിക്കാൻ പോലുമുള്ള അവസരം കൊടുക്കാറില്ല. അവരും വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലതരത്തിലാണല്ലോ ജോലിക്കാരെ തരംതിരിക്കുന്നത്. ഒരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കും എന്ത് ചെയ്യുന്നു, കാരണം എത്ര ബഹുമാനം കൊടുക്കണം എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത്. ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന് പറഞ്ഞാലും പലരെയും നമ്മൾ താഴ്ത്തിയാണ് കാണാറുള്ളത്. കാരണം നമ്മുടെ വീട്ടിലോട്ട് ഒരു ഡോക്ടർ കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങളെ എഴുന്നേക്കാൻ നമ്മൾ പഠിപ്പിക്കും. എന്നാൽ നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ ഒരാൾ കയറി വരുമ്പോൾ അയാളെ ബഹുമാനിക്കാൻ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ പഠിപ്പിക്കാറില്ല. കാരണം അയാൾ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളൊരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട്. ബുക്കർ ടി വാഷിംഗ്ടൺ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്, കവിക്കും കൽപ്പണിക്കാരനും നിങ്ങൾ എന്ന് ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവോ അന്ന് നിങ്ങളുടെ രാജ്യത്തെ ഞാൻ ബഹുമാനിക്കും എന്ന് ബുക്കർ ടി വാഷിംഗ്ടൺ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തൊഴിലിന് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പൊക്കി പറയാറുണ്ടെങ്കിലും പലപ്പോഴും ഈ വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ തരം താഴ്ത്തി കാണാറുള്ളത് സത്യമാണ്. കൂലിപ്പണി എന്നൊക്കെ പറയുമ്പോൾ താഴ്ത്തി കാണുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമാണ്. ആരെയും കുറച്ച് കാണാനോ ആരെയും വലുതാക്കാനും വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഞാൻ പറയുന്നത് ഫാക്റ്റുകളാണ്. ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ മേഖലയിലുള്ളവരാണ്. എനിക്ക് നല്ലോണം അറിയാം. ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സാണ്. ഇത് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുമാണ്. കാരണം നമുക്കറിയാം ഈ CBSE സ്കൂളുകളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം, കൂടുതലും 99% സ്ത്രീകളായിട്ടുള്ള അധ്യാപകരായിരിക്കും. എന്നാൽ വളരെ കുറച്ച് പുരുഷന്മാരെ നിൽക്കും. കാരണം പുരുഷന്മാർക്ക് ഈ പണം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. സ്ത്രീകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീടിനടുത്തുള്ള സ്കൂളായിരിക്കും, ഒരു ജോലി വേണം എന്നുള്ളതുകൊണ്ട് പോകുന്നതായിരിക്കാം. ആ മനോഭാവം എല്ലാവരും മാറ്റണമെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം നമുക്ക് കിട്ടുന്ന സാലറിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയിലേ നമ്മളെ അറിയപ്പെടും. നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. സാലറി കൂടുതലുള്ളവരെ ബഹുമാനിക്കാൻ നമ്മളിപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നല്ലോ, വലിയൊരു കാറിൽ വന്ന് ഇറങ്ങുന്നവനും ചെറിയ കാറിൽ വന്ന് ഇറങ്ങുന്നവനും സൈക്കിളിൽ വന്ന് ഇറങ്ങുന്നവനും ഒരേ വിലയല്ല നമ്മുടെ സമൂഹം കൊടുക്കുന്നത്. പക്ഷേ ചിലപ്പം വാല്യൂ ഉള്ളതും കാലിബർ ഉള്ളൊരു സൈക്കിളിൽ വന്ന് ഇറങ്ങുന്നതായിരിക്കും, പക്ഷേ അവൻ ആ വില നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന ഫാക്റ്റുകളാണ്. നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്നതിനൊരു ഗുണം ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നമ്മുടെ സാലറി തീരുമാനിക്കപ്പെടുന്നത് മറ്റൊരാളല്ല. അത് വലിയൊരു ഘടകമാണ്. കഴിവുള്ളവൻ ഒരിക്കലും ഒരു സ്ഥിര ജോലിയിൽ ഒതുക്കിക്കൂടേണ്ട ആളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകനാണെന്നിരിക്കട്ടെ. ഞാനും ഒരു ലേഡിയും ഒരുമിച്ച് ഒരു സ്കൂളിൽ കയറുന്നു. HSC ആയിട്ട്, ഹൈസ്കൂൾ അധ്യാപകരായിട്ട്. ഒരു ദിവസമാണ് കയറിയത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സാലറി തുല്യമാണ്. ഞാൻ നല്ലതുപോലെ പഠിപ്പിക്കും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പേരൻസിനും എല്ലാം ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ ആ സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാറുണ്ട്, ടൂറ് കൊണ്ടുപോകാറുണ്ട്. എന്തിന് അവിടുത്തെ പ്രിൻസിപ്പൾ ചെയ്യുന്ന പണി പോലും ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. മറ്റേ ടീച്ചറോ ക്ലാസ്സിൽ കുട്ടികൾക്ക് യാതൊരു അഭിപ്രായവും ഇല്ല, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. എല്ലാ ടീച്ചർമാരും ഒരുപോലെ അല്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെ സാലറി കൂടുന്നത് എക്സ്പീരിയൻസ് മാത്രം നോക്കിയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അവിടെ ചെയ്യുന്ന ജോലിയുടെ പെർഫോമൻസിനെ ആരും വാഴ്ത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ഥിര വരുമാനമുള്ള പല മേഖലകളിൽ ഒരു 90% സ്ഥിതി ഇതാണ്. എന്നാൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഞാൻ, കഴിവുള്ള ഞാൻ
ഇറങ്ങിയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്ക് എന്നാൽ അവിടെ കാലിബർ ഉള്ളവർക്കും അഭിപ്രായമുള്ളവർക്കും കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൺലൈൻ മേഖലയിൽ ജോലി ചെയ്ത് എനിക്ക് അനുഭവമുള്ള ഒരാളാണ്. അവിടെ നല്ലപോലെ പഠിപ്പിക്കാൻ അറിയാവുന്നവർക്ക് വിലയുണ്ട്. ഡോക്ടർമാരെക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കുന്ന ഓൺലൈൻ അധ്യാപകരുണ്ട്, കേരളത്തിലുണ്ട്, നമുക്കറിയാം. അവർ പിന്നെ പഠിപ്പിച്ച് അവരുടെ മാർക്കറ്റ് വാല്യൂ വെച്ച് അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ചില ഡോക്ടർമാരുടെ നമ്മൾ പറയാറുണ്ട്, ഗവൺമെൻറ് സർവീസിൽ പോയാൽ എന്ത് കിട്ടാനാണ്, സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങി പ്രൈവറ്റായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സാലറി തീരുമാനിക്കുന്ന, ഇൻകം തീരുമാനിക്കുന്നത് അവരാണ്. ചില കമ്പനികളിലൊക്കെ ടാർഗറ്റ് വെക്കാറുണ്ട്, ഈ മാസം ഇത്ര രൂപ നിങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. അതേപോലെ തന്നെ സ്വയം ടാർഗറ്റ് വെച്ച് നമ്മുടെ സാലറി ഈ മാസം ഇത്ര രൂപ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്? സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ്, പ്രൈവറ്റ് മേഖലകളിലേക്ക് ഇറങ്ങുന്നവർക്ക്. അവിടെ അവർക്ക് പെർഫോമൻസ് ചെയ്യാം, സാലറി തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അടുത്ത കമ്പനിയിലേക്ക് പോകാം, അങ്ങനെയൊക്കെയുള്ള അവസരമുണ്ട്. ഇത് കഴിവുള്ളവരും അതിന് ധൈര്യമുള്ളവരും മാത്രം ചെയ്യേണ്ട പരിപാടിയാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവരും ആ സേഫ്റ്റിയിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും പണി കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോവിഡ് പോലുള്ള പ്രതിസന്ധി വരുമ്പോഴും ഒരു മേഖലയിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ 5-6 വർഷം മുമ്പ് വളരെ കുറച്ച് ആപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴോ ചവറ് പോലെ ആപ്പുകളാണ്. 9 എണ്ണം ഉള്ളിടത്ത് ഇപ്പോൾ 90 ആപ്പുകളാണ്. എല്ലാവരും കിടന്ന് ആൾക്കാരെ പിടിക്കാൻ ശ്രമിക്കുകയാണ്, ഉദ്യോഗാർത്ഥികളെ പിടിക്കാൻ. ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ താല്പര്യമൊക്കെ കുറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ടു ബി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ വാല്യൂ കുറയും. അപ്പോൾ വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അടുത്തയിലോട്ട് പോകാൻ അവർ നിർബന്ധിതരായി തുടങ്ങും. കഴിവുള്ളവൻ എവിടെ പോയാലും നിൽക്കാമെന്നൊക്കെ പറയുമെങ്കിലും എല്ലായിടത്തും ഒരുപോലെ അല്ല സ്ഥിതി എന്ന് മനസ്സിലാക്കുക. അവിടെ ചിലപ്പം നമ്മുടെ പ്രായവും നമ്മുടെ കഴിവും കുറച്ച് കാലത്തേക്ക്, ആരോഗ്യവും ഒക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഇപ്പം 27 വയസ്സുള്ള ഒരാൾ ഒരു പ്രൈവറ്റ് മേഖലയിൽ പെട്ടെന്ന് ആ പ്രൈവറ്റ് കമ്പനിയെ വിശ്വസിച്ച് 2.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക. ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ്, പക്ഷേ വേണ്ട, കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിൽക്കുക. എനിക്ക് ഇവിടെ നിന്ന് മാക്സിമം പണം ഉണ്ടാക്കാം. ചിലപ്പം 3 വർഷം ജോലി ചെയ്യും, അല്ലെങ്കിൽ 5 വർഷം ജോലി ചെയ്യും. ജോലി ചെയ്ത് കഴിയുമ്പോൾ കുറേ പണമൊക്കെ കിട്ടും. ആ കമ്പനി അങ്ങ് തീർന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സമയവും സാഹചര്യവും കടന്നുപോയി കഴിയും. പിന്നീടുള്ള ഒരു 20 വർഷം എന്ത് ചെയ്യും? അതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ബിസിനസ്സുകാരുണ്ട്, ഓൺട്രപ്രണർ. അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംരംഭം തുടങ്ങി കുറേ പേർക്ക് ജോലി കൊടുക്കുന്നു. ഇപ്പം സ്റ്റാർട്ടപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമയമാണ്. ഈ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ സംരംഭകർക്ക് കഴിയുന്നുണ്ട്. ഒരുപാട് ജോലി കൊടുക്കുന്നുണ്ട് അവർ. പക്ഷേ ആ ജോലിയിലും എല്ലാവരും തൃപ്തരാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി വലുതായി കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയിലുള്ളവരെ എങ്ങനെ ചൂഷണം ചെയ്ത് അവനെ ജോലി ചെയ്യിപ്പിച്ച് മുതലാളി ലാഭം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പ്രൈവറ്റ് ജോലികൾക്ക് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് വരുന്നു? അവിടെ അവർ ആ കമ്പനി നടത്തുമ്പോൾ ആ കമ്പനിക്കുണ്ടാവുന്ന ലാഭത്തിൻ്റെ ഗുണം ആർക്കും കൂടെ കിട്ടുന്നുണ്ട്, ആ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഒരു പെർഫോമർ ആണെങ്കിൽ അവൻ കാരണമാണ് ആ കമ്പനി വളർന്നതെങ്കിൽ അവൻ്റെ മുതലാളി നേരിട്ട് കാർ കൊടുക്കും, അല്ലെങ്കിൽ അവനൊരു ഓഫീസ് വാഹനം അവന് കൊടുക്കും, അവന് വീട് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്ന കമ്പനികളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പിഴിയാം, ഒരുത്തനെ എങ്ങനെ പിഴിഞ്ഞ് അവൻ്റെ പിന്നെ ആയുരാരോഗ്യം മൊത്തം ഊറ്റിയെടുത്തിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചൂഷണം. പ്രത്യേകിച്ച് ഈ CBSE സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ 25-30 വർഷം ജോലി ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്കിലൊന്നും മിച്ചം കാണത്തില്ല. അവരുടെ അധ്വാനം മൊത്തം പിന്നെ ഊറ്റിയെടുക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന കുത്തക ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഇതിനൊക്കെ തല വെച്ച് കൊടുക്കണോ, അതോ നമ്മൾ സ്വയം തൊഴിൽ ചെയ്യണോ, അതോ നമ്മൾ സ്ഥിര വരുമാനമുള്ളൊരു ജോലിയിലേക്ക് എത്തണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സോ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ സ്ഥിര വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളോട് ഞാൻ പറയുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിലൊരു വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതായത് കോളേജിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരാൾ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു, 50,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നു. അവിടെ പ്രശ്നം, അവൻ 1.5 ലക്ഷം രൂപ സാലറി കിട്ടേണ്ടവനാണ്. അവൻ്റെ കാലിബർ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടെ അവസരങ്ങൾ കുറവാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റും വരുന്നുണ്ട്. അതും ഒരു പരിധിവരെ നമ്മളെ താഴോട്ട് വലിക്കുന്നത്. അങ്ങനെയുള്ളവരും മാക്സിമം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുക. ചില ആൾക്കാർ ലീവ് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ജോലി കിട്ടിയിട്ട്. കാരണം അവർക്കറിയാം ആ ബിസിനസ് ലാഭത്തിലായി കഴിയുമ്പോൾ അവർ ജോലി ഉപേക്ഷിക്കുന്നവരുണ്ട്. എത്രയോ ആൾക്കാരെ എനിക്കറിയാം.
അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, അവരതിനനുസരിച്ച് തിരിഞ്ഞു പോകണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ, ചിലർക്ക് ഒരുപാട് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കണം, പെങ്ങളെ അയക്കണം, വീട് വെക്കണം, അച്ഛനമ്മമാർ, രോഗികൾ, അങ്ങനെയുള്ളവർ ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക ബാധ്യത കൂടത്തേ ഉള്ളൂ. അവരായിരിക്കും ചിലപ്പം പുറത്തോട്ട് പോകുന്നത്, ഗൾഫിലോട്ടൊക്കെ പോകുന്നത്. അവിടെ പോയാലും ഏറ്റവും നല്ല സാലറി, എന്തായാലും നമ്മൾ നമ്മുടെ നാടും ത്യജിച്ച് വീട്ടുകാരെയും ത്യജിച്ച് പോയി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും നല്ല സാലറി ഉള്ളിടത്ത് തന്നെ പോകണം. നമ്മുടെ നാട്ടിലെ ഗൾഫുകാരെല്ലാവരും ഒരുപോലല്ല. ജീവിതകാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ട് പത്തേമാരി സിനിമയിലെ പോലെ ആയവരാണ് കൂടുതലും. എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമാണ് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്നത്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെയൊക്കെ ഗുണം നമ്മുടെ രാജ്യത്തിൽ ഈ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ബാലവേല നിരോധിച്ചിരിക്കുക. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടൊന്നും ജോലി ചെയ്യിക്കാൻ പാടില്ല നിയമം. ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് നല്ലതല്ലേ? വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ 10-12 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ജോലിക്ക് പോകും, പോക്കറ്റ് മണിക്ക് വേണ്ടി. അവിടെ പാരൻസ് നിർബന്ധിക്കാറുണ്ട്, അവർ സ്വാശ്രയശീലം വളർത്തും. വേലയിൽ വിളയേണ്ട വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയുടെ എസ്സേ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടിക്കാലം മുതൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ അതൊരു കുറ്റമായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്ത് മുതിർന്നവരെ തന്നെ തൊഴിൽ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ കൂടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഹോട്ടലിൽ പിടിച്ചു നിർത്തും, തുച്ഛമായ പൈസ കൊടുക്കും, ഉപദ്രവിക്കും, ചൂഷണം ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ സ്ഥിതി ഇതല്ല. അവിടെ മുതിർന്നവർക്ക് കിട്ടുന്ന അതേ പണം തന്നെ കുട്ടികൾക്ക് കിട്ടും. ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പഠിച്ച് SI ആയി, 30-ാമത്തെ വയസ്സിൽ SI ആയിട്ട് അല്ലെങ്കിൽ 28-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ SI ആയിട്ട് ജോലിക്ക് കയറുന്ന സമയത്ത് അവൻ്റെ കല്യാണം നടക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ പണമില്ല, അവൻ പലിശയ്ക്ക് എടുക്കേണ്ടി വരും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും അവൻ്റെ കല്യാണ ചെലവ് നടത്താൻ. എന്നാൽ വിദേശ രാജ്യത്തൊരു കുട്ടിയുടെ പോക്കറ്റിൽ അക്കൗണ്ടിൽ നിറച്ച് പൈസ ആയിരിക്കും. ഈ അക്കൗണ്ടിലോട്ട് പണം വന്നു കഴിഞ്ഞാൽ, കയ്യിലോട്ട് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അതൊരു സൈക്കോളജിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇറങ്ങിത്തിരിക്കും. നമുക്ക് പണം കൈ വന്ന്, ഇപ്പം ഒരു വണ്ടിയുണ്ട്, ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾക്ക് പിന്നെ വണ്ടി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾക്ക് പിന്നെ മൊബൈൽ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എവിടെയെങ്കിലും പോയി നേടിയിരിക്കും. അതേപോലെ തന്നെയാണ് പണം വന്നു തുടങ്ങി കഴിഞ്ഞാൽ അത് വീണ്ടും വരും. അതുകൊണ്ട് നെവർ ബി സാറ്റിസ്ഫൈഡ്. എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളൂ, നെവർ ബി സാറ്റിസ്ഫൈഡ്. ഗവൺമെൻറ് ജോലിയാണോ പിന്നെ അല്ലാത്ത ജോലികളാണോ വലുത് ചെറുത് എന്നുള്ളൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ തൊഴിൽ മേഖലകളിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ പേരുടെ കമൻറ്റുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെയെങ്കിലും വിഷമിപ്പിക്കുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.